ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. അയ്യപ്പ സംഗമത്തിന്റെ ക്രെഡിറ്റ് ഏറ്റെടുത്ത മുഖ്യമന്ത്രിക്കും സർക്കാരിനും അയ്യപ്പന്റെ പേരിൽ നടത്തിയ കൊള്ളയിലും പങ്കുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഏറ്റവും വലിയ കൊള്ളയാണ് അയ്യപ്പ സംഗമത്തിലും നടന്നതെന്ന് അദ്ദേഹം പുതുയുഗയാത്രയുടെ ഭാഗമായി പാലക്കാട് എത്തിയപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞു. അയ്യപ്പന്റെ പേരിൽ ഇത്രയും കൊള്ള ചെയ്യാമെങ്കിൽ വേറെ എവിടെ നിന്നാണ് ഇവർ കത്താത്തത്? അതാണ് കളവാണ്. എന്നിട്ട് മിണ്ടാതിരിക്കുകയാണ്. ഒരു പങ്കുമില്ലെന്ന് പറയാണ്. പങ്കുണ്ട്. സർക്കാർ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ എടുക്കാൻ നോക്കിയത് മുഖ്യമന്ത്രി പിണറായി വിജയനും ദേവസ്വം മന്ത്രിയൊക്കെ അല്ലേ. അപ്പൊ ഈ തട്ടിപ്പിൽ അവർക്ക് യാതൊരു പങ്കുമില്ലേ? അന്നത്തെ ദേവസ്വം ബോർഡിന് പങ്കില്ലേ? എല്ലാവർക്കും പങ്കുണ്ട്. കോടികളാണ് തട്ടിച്ചെടുത്തിരിക്കുന്നത്. സ്പോൺസർ കിട്ടിയതിനെ പറ്റി പോലും നടക്കില്ല. പറയണം. ജനങ്ങളോട് പറയാനുള്ള ബാധ്യതയുണ്ടെങ്കിൽ ഞങ്ങൾ പറയിപ്പിക്കും. ശബരിമല സ്ത്രീ പ്രവേശനത്തെ സംബന്ധിച്ച് സർക്കാർ ഉരുണ്ട് കളിക്കുകയാണ്. മുഖ്യമന്ത്രി മൗനം ദീക്ഷിക്കുന്നു. അതേ അവസരത്തിൽ നിയമമന്ത്രി കൃത്യമായ ഉത്തരം പറയുന്നില്ല. ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം എടുക്കുമെന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് കഴിയാൻ വേണ്ടി കാത്തിരിക്കുക. മോദി സർക്കാർ ന്യൂനപക്ഷ വിരുദ്ധരാണെന്നത് തന്നെയാണ് കോൺഗ്രസിന്റെ അഭിപ്രായം. കാന്തപുരം പറഞ്ഞത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറിയ പ്രതിപക്ഷ നേതാവ് VSന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് A. സുരേഷ് പാർട്ടിയിലേക്ക് കടന്നു വരുന്നതിനെ സ്വാഗതം ചെയ്യുകയും തുടർന്നുള്ള കാര്യങ്ങൾ പിന്നീട് UDF തീരുമാനിക്കുമെന്നും പറഞ്ഞു. ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ നിലപാട് പറയാതെ സർക്കാർ ഉരുണ്ട് കളിക്കുന്നു. ഇലക്ഷൻ മുന്നിൽ കണ്ടാണ് ഈ നയം മാറിയ സാഹചര്യത്തിൽ നിലപാട് മാറ്റിയോ എന്ന് സർക്കാർ വ്യക്തമാക്കണം. UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ ശബരിമല വിഷയത്തിൽ ഇപ്പോഴത്തെ സർക്കാരിന്റെ നിലപാട് തിരുത്തും. സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണ് പാലക്കാട്ടെ കർഷകർ അനുഭവിക്കുന്നത്. കേന്ദ്രം നൽകിയ കത്ത് നെല്ലിന്റെ പ്രോത്സാഹന വില റദ്ദാക്കണമെന്നല്ല, മറിച്ച് നെൽകൃഷിയെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്നതാണെന്നും പറഞ്ഞു. ഞങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ഞങ്ങളുടെ ഗവൺമെന്റ് വന്ന് ഞങ്ങൾ തിരുത്തി കൊടുക്കും. ഞങ്ങൾക്ക് അതിനകത്ത് സ്റ്റാൻഡ് ഉള്ളതല്ല. അധിക ബോണസ് റദ്ദാക്കിയിട്ടില്ലല്ലോ. ഞാൻ പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് സമീപകാലത്ത് അവരുടെ തറവില, നെല്ലിൻ്റെ തറവില കൂട്ടി. അപ്പോൾ സാധാരണ ചെയ്യുന്നത് ഇവിടെയും കൂടി പ്രൊപ്പോഷണലായിട്ട് കൂട്ടേണ്ടതാണ്. പക്ഷെ ഇവരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർ നേരത്തെ കൊടുത്തുകൊണ്ടിരുന്ന ഇൻസെൻറ്റീവ് കൂടി കുറച്ചു. അവർ കൂട്ടി അത്രയും പൈസ ഇവിടെ കുറച്ചു. അപ്പോൾ കർഷകർക്ക് കേന്ദ്രം കൂട്ടിയതിൻ്റെ ഗുണം കേരളത്തിൽ കിട്ടാതിരുന്നതിൻ്റെ കാരണം സംസ്ഥാന ഗവൺമെൻറ് ആ ഇൻസെൻറ്റീവ് കുറച്ചാണ്. അല്ലല്ല, വിവാദമായ കത്ത് അധിക വിഹിതം നൽകരുന്നല്ല. വിവാദമായ കത്ത് അത് വിവാദമാണ്. അതായത് നെൽകൃഷിയെ തന്നെ ദോഷകരമായി ബാധിക്കുന്ന തരത്തിലുള്ള സ്റ്റാൻഡാണ് കേന്ദ്ര ഗവൺമെൻറ് എടുത്തിരിക്കുന്നത്. അതിന് നമ്മുടെ MP-മാരെല്ലാം ആ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം. കണ്ടു തുടങ്ങുക.